ആസ് എ പ്ലാസ്റ്റിക് സർജൻ പലവിധ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും പലതും ചെയ്തിട്ടുണ്ടാവും ഡോക്ടർ. ഡോക്ടറിന് എന്താണ് ഒരു കൂടുതലും പേഷ്യൻസ് വന്നേക്കുന്നത് അല്ലെങ്കിൽ എന്തിനായിരിക്കും? ഇപ്പൊ നമ്മൾ ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പൊ പുരുഷസ്തനം അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളൊരു പ്രോബ്ലം ആണ്. പണ്ടൊക്കെ കുറച്ച് അണ്ടർ റെക്കഗ്നൈസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇപ്പൊ ഉം. സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള അവയർനെസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നറിയാം. ഉം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സർജൻസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പണ്ട് പലരും റിലക്റ്റന്റ് ആയിരുന്നു ഇത് കാണിക്കാൻ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഒരു നാണം ഉണ്ടോന്ന് അങ്ങനെ കുറച്ച് ചോദിക്കാൻ വേണമെങ്കിൽ അല്ലേ? അതെ, അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇപ്പൊ ആൾക്കാർ ചെയ്താൽ തന്നെ പുറത്ത് പറയാൻ മടിക്കും. മടിക്കുന്നുണ്ട്. കുട്ടികൾ അവരുടെ പേരൻസിനോട് പറയാൻ തന്നെ മടിക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ പലപ്പോഴും പേരൻസ് നോട്ട് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റഡീസിലുള്ള ഫോക്കസ് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ചില പേഷ്യൻസ് ഒക്കെ ഡിപ്രഷനിലോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഓക്കെ. അവർ ഇതിനെപ്പറ്റി തുറന്നു പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ട് കോസ് ഈ ഒരു ലോ സെൽഫ് എസ്റ്റീം, ഈ ഒരു ഗൈനക്കോമാസ്റ്റിയ അവരെ മാനസികമായി എഫക്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. യെസ്. ഐ തിങ്ക് അതൊരു പ്യുവർ കോസ്മെറ്റിക് ഇഷ്യൂ അല്ല. ഇറ്റ്സ് എ ഉം. ഫങ്ഷണൽ ഇഷ്യൂ. ഉം. വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ പേഷ്യൻസ് പോകുന്നത്. മെന്റലി അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം. വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോബ്ലം. യെസ്. അവർക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഷർട്ട് ഊരാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉടുപ്പോ വസ്ത്രങ്ങൾ ധരിക്കാനോ ഒക്കെ അതൊരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രോബ്ലം. എങ്ങനെയാണ് അതിന്റെ ഒരു സർജിക്കൽ പ്രൊസീജിയറിലിട്ട്? അപ്പോൾ ഇതിന്റെ സർജറി പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇപ്പോൾ ഇത് ഉണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലോട്ട് പോകുമ്പോഴുള്ള ചെറിയ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ്. എപ്പോഴും ആ ഒരു അഡോളസെന്റ് ഏജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ഹോർമോണൽ ഇംബാലൻസ്, എസ്ട്രോജൻ ടെസ്റ്റോസ്റ്ററോണിന്റെ ചെറിയൊരു ഇംബാലൻസ് കാരണം അവിടെ ബ്രസ്റ്റ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഒരു പെർസെൻറ്റേജ് ആൾക്കാരിൽ വിത്തിൻ 6 months to 1 year താനെ അത് റിസോൾവ് ചെയ്യും. ടെസ്റ്റോസ്റ്ററോൺ റൈസ് ചെയ്യുമ്പോൾ അത് ശരിയാവും. പക്ഷെ മറ്റു ചിലരിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ബ്രസ്റ്റ് ഗ്ലാൻഡ് അത് ഫോം ചെയ്താൽ അതൊരിക്കലും പിന്നെ അങ്ങോട്ട് പോവില്ല. ഒരു 2 years ബിയോണ്ട് ആണെങ്കിൽ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ജിമ്മിൽ പോയതുകൊണ്ടോ ഫാറ്റ് കുറച്ചുകൊണ്ടോ പോകണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ലേഡീസിൽ ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥി എന്നുള്ളൊരു ഇതാണ്. അത് ഫാറ്റ് നമുക്ക് അലിയിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഫാറ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ സർജിക്കലി അത് റിമൂവ് ചെയ്യേണ്ടി വരും.